ക്രിസ്റ്റോ ടോമി രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ഡ്രാമ ചിത്രമാണ് ഉള്ളൊഴുക്ക്. ഉർവശി, പാർവതി തിരുവോത്ത് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ ഒരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്ത് കഴിയുന്ന അത്യാവശ്യം കുടുംബ പാരമ്പര്യമൊക്കെയുള്ള ഒരു ഗൃഹനാഥയായ ലീലാമ്മയുടെയും മകൻ തോമസ് കുട്ടിയുടെയും പിന്നെ അവിടേക്ക് മരുമകളായി വരുന്ന അഞ്ജുവിൻ്റെയും കഥ പറയുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക്. 2 തലമുറകളിൽപ്പെട്ട സ്ത്രീകളായ ലീലാമ്മയും അഞ്ജുവും അവരുടെ ദാമ്പത്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും അവർ അതിനെ നേരിടുന്ന രീതികളുമൊക്കെയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായ അഞ്ജുവിനെയാണ്. കടയിലേക്ക് സാരി വാങ്ങാനെന്ന പോലെ അഞ്ജുവിന്റെ കാമുകനായ രാജീവ് എത്തുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്ന് കുറേ നാളായി അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ രാജീവിന് സ്ഥിര ജോലിയോ മറ്റു വരുമാനങ്ങളോ ഇല്ലാത്തതിനാൽ അവന് അഞ്ജുവിനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. നീ വേഗം ഒരു ജോലി സെറ്റ് ചെയ്ത് എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്നെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ അഞ്ജു അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ പെട്ടെന്ന് കട്ടായി തോമസ് കുട്ടിയെ കെട്ടിയ അഞ്ജുവിനെയാണ് പിന്നെ കാണിക്കുന്നത്. വീട്ടുകാരുടെ നിർബന്ധത്താൽ അഞ്ജു തോമസ് കുട്ടിയെ വിവാഹം കഴിക്കുകയായിരുന്നു. കല്യാണം കഴിയുന്നതോടെ മനസ്സില്ലാതിരുന്നിട്ടും തോമസ് കുട്ടിയുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അഞ്ജു നിർബന്ധിതയാകുന്നു. അടുത്ത സീനിൽ അസുഖബാധിതനായ തോമസ് കുട്ടിയും ലീലാമ്മയും അഞ്ജുവും ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ലീലാമ്മ അഞ്ജുവിനെ മരുന്ന് വാങ്ങാനായി പറഞ്ഞുവിടും. കറക്റ്റ് ആ സമയത്ത് തന്നെ തോമസ് കുട്ടിയെ ഡോക്ടർ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്യുന്നു. അഞ്ജു മരുന്ന് വാങ്ങാൻ നിൽക്കുന്നിടത്തേക്ക് രാജീവ് എത്തുന്നുണ്ട്. അഞ്ജുവിൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ലീലാമ്മയുടെ മരുന്നിൻ്റെ ക്യാഷ് രാജീവ് കൊടുക്കുന്നു. ശേഷം അവൾക്ക് സുഖമാണോ എന്നൊക്കെ അയാൾ അന്വേഷിക്കുന്നു. ഞാൻ വല്ലപ്പോഴും നിന്നെ വിളിച്ചോട്ടെ എന്ന് രാജീവ് ചോദിക്കുമെങ്കിലും ഒന്നും മിണ്ടാതെ അഞ്ജു അവിടെ നിന്നും പോകുന്നു. ആ സീനും അവിടെ കെട്ടായി അടുത്തത് കാണിക്കുന്നത് തീരെ അവശനിലയിലായ തോമസ് കുട്ടിയെയും അയാളെ പരിചരിക്കുന്ന അഞ്ജുവിനെയുമാണ്. അപ്പോഴേക്കും മാനസികമായി തോമസ് കുട്ടിയിൽ നിന്നും അഞ്ജു ഒരുപാട് അകന്നിരുന്നു. അതുകൊണ്ട് തന്നെ തോമസ് കുട്ടിയുടെ ശാരീരിക ആവശ്യങ്ങളൊക്കെ അഞ്ജു നിരസിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വെളുപ്പിനെ തോമസ് കുട്ടിക്ക് അസുഖം കലശലാകുന്നു. അപ്പോഴേക്കും മഴക്കാലവും തുടങ്ങിയിരുന്നു. പറമ്പിലും മുറ്റത്തുമൊക്കെ വെള്ളം കയറിയ അവസ്ഥയായിരുന്നു. വയ്യാതാകുന്ന തോമസ് കുട്ടിയെ ലീലാമ്മയും അഞ്ജുവും നന്നായി പരിചരിക്കും. നേരം വെളുപ്പാകുമ്പോഴേക്കും തോമസ് കുട്ടിയുടെ വേദനയൊക്കെ മാറി അവൻ ഉറങ്ങുന്നു. അതുവരെയും ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുകയായിരുന്ന ലീലാമ്മയോട് തോമസ് കുട്ടി ഉറങ്ങി, ഇനി അമ്മയും പോയി ഉറങ്ങിക്കൊള്ളാൻ അഞ്ജു പറയുമെങ്കിലും ലീലാമ്മ തൻ്റെ കഥ അഞ്ജുവിനോട് പറയുന്നു. പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങി ജയിച്ച ലീലാമ്മയ്ക്ക് മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വീട്ടുകാർ അത് സമ്മതിച്ചില്ല. 19-ാം വയസ്സിൽ കെട്ടിച്ചു വിട്ടു. ശേഷം അവർക്ക് 2 മക്കളുണ്ടാകുന്നു. മൂത്ത മോള് ഷേബ, അതിനുശേഷം തോമസ് കുട്ടി. വളരെ സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ മക്കൾ കോളേജിലെത്തുമ്പോഴേക്കും അപ്പൻ മരിച്ചു പോകുന്നു. ഷേബയെ കെട്ടിച്ചു വിട്ട ശേഷം ലീലാമ്മയും തോമസ് കുട്ടിയും മാത്രം ആ വീട്ടിൽ ഒറ്റപ്പെടുന്നു. അവന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അവന് വല്ലതും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ലീലാമ്മ കരയുന്നു. അഞ്ജു അവരെ ആശ്വസിപ്പിക്കുന്നു. ഒരു ദിവസം തോമസ് കുട്ടിക്ക് മരുന്ന് വാങ്ങാനാണെന്ന് പറഞ്ഞ് പട്ടണത്തിലേക്ക് പോകാൻ റെഡിയാകുന്ന അഞ്ജുവിനെയാണ് പിന്നെ കാണിക്കുന്നത്. മരുന്ന് വാങ്ങാൻ വേറെ ആരെയും വിട്ടാൽ പോരെ എന്ന് ലീലാമ്മ ചോദിക്കുമ്പോൾ അല്ല, അത് ഞാൻ തന്നെ പോയി വാങ്ങിക്കൊള്ളാമെന്ന് അഞ്ജു പറയുന്നു. മരുന്ന് വാങ്ങാൻ ലീലാമ്മയുടെ അലമാരി തുറന്ന് അഞ്ജു ഒരു ഫയൽ എടുക്കുമ്പോഴേക്കും ലീലാമ്മ വന്ന് അതല്ല മോളെ, ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് വേറൊരു ഫയൽ തുറന്ന് അവൾക്ക് കൊടുക്കും. എന്നാൽ അഞ്ജു അതുമായി നേരെ പോകുന്നത് രാജീവ് ജോലി ചെയ്യുന്ന ബാറിന് മുൻപിലേക്കാണ്. മരുന്ന് വാങ്ങാനും മറ്റു ആവശ്യങ്ങളും പറഞ്ഞ് അഞ്ജു ടൗണിലേക്ക് പോയിക്കൊണ്ടിരുന്നത് സ്ഥിരമായി രാജീവിനെ കാണാനായിരുന്നു. അഞ്ജു ബാറിന് മുമ്പിൽ അവനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും രാജീവും ബാറിൽ നിന്നും ഇറങ്ങി വരുന്നു. അങ്ങനെ അവർ രണ്ടും നേരെ പോകുന്നത് രാജീവിൻ്റെ വാടക വീട്ടിലേക്കാണ്. അവിടെ എത്തിയ ശേഷം അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ശേഷം രാജീവിനൊരു ജോലിക്കായി സ്വന്തം ഫോണിൽ നിന്ന് അഞ്ജു അപേക്ഷയൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ താനൊരു ഫുഡ് ട്രക്ക് തുടങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണെന്നും അതിനിടെ ജോലിയൊന്നും ശരിയാകില്ലെന്നുമൊക്കെ രാജീവ് പറയുന്നു. ഫുഡ് ട്രക്ക് ശരിയായി അതിനുശേഷം ഒരു വീടും സെറ്റ് ചെയ്ത് അമ്മയെയും അഞ്ജുവിനെയും അവിടേക്ക് കൊണ്ടുവരാം എന്നതൊക്കെയാണ് രാജീവിൻ്റെ പ്ലാൻ. അടുത്ത സീനിൽ മഴ മൂലം കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിലായതായി ന്യൂസ് വരുന്നു. മകളുടെ വീട്ടിലേക്ക് താമസം മാറിയാലോ എന്ന് ലീലാമ്മ പറയുമെങ്കിലും വേണ്ട, ഇവിടെ മതിയെന്ന് തോമസ് കുട്ടി പറയുന്നു. അടുത്ത ചെക്കപ്പിൻ്റെ ഡേറ്റായോ എന്ന് നോക്കാൻ ലീലാമ്മ പറയുമ്പോൾ അഞ്ജു കലണ്ടറിൽ നോക്കുന്നു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അവളുടെ പീരിയഡ്സ് തെറ്റിയിരുന്നു. വേഗം അവൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അവൾക്ക് മനസ്സിലാകുന്നത്. അതോടെ അഞ്ജു ആകെ ടെൻഷനാകുന്നു. അവൾ വേഗം ഫോൺ എടുത്ത് പറമ്പിലേക്ക് പോകും. രാജീവിനെ വിളിച്ച് താൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ സമാധാനമായിരിക്കാൻ രാജീവും പറയും. തനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ട് വരുവാണെന്ന് അഞ്ജു പറയുന്നു.
അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ബെഡിൽ നിന്നും എണീക്കാൻ ശ്രമിക്കുന്ന തോമസ് കുട്ടി താഴെ വീഴുന്നു. അങ്ങോട്ട് വരുന്ന ലീലാമ്മ ഇത് കണ്ട് ബഹളം വെക്കുന്നതോടെ അഞ്ജു കോള് കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോകും. അവർ വേഗം തോമസ് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. തോമസ് കുട്ടി ICUവിലും ലീലാമ്മയും അഞ്ജു റൂമിലും അന്ന് രാത്രി കഴിയുന്നു. കിടന്നിട്ടും ഉറക്കം വരാഞ്ഞതുകൊണ്ട് തന്നെ അഞ്ജു എണീറ്റ് കണ്ണാടിയിൽ പോയി തൻ്റെ വയറിലേക്ക് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ലീലാമ്മ എണീറ്റ് നിനക്ക് എത്ര മാസമായെന്നും എന്താണ് ഇതുവരെ നീ എന്നോടൊന്നും പറയാഞ്ഞതെന്നും ചോദിക്കുന്നു. കാരണം ലീലാമ്മയ്ക്ക് അഞ്ജു പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായിരുന്നു. എനിക്ക് ഒരു സംശയമുണ്ടെന്നേ ഉള്ളൂ, തോമസ് കുട്ടി ഇങ്ങനെ കിടക്കുമല്ലേ, അമ്മച്ചി തൽക്കാലം ഇതാരോടും പറയണ്ടെന്നൊക്കെ അഞ്ജു പറയുന്നു. എൻ്റെ മോന് ഇത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇത് കേട്ടാൽ അവൻ്റെ അസുഖം വേഗം മാറും, അവന് ജീവിക്കണമെന്ന ആഗ്രഹം തോന്നും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നീ തോമസ് കുട്ടിയെ അറിയിക്കണമെന്നും ലീലാമ്മ അഞ്ജുവിനോട് പറയുന്നു. എന്നാൽ താനിതെങ്ങനെ തോമസ് കുട്ടിയോട് പറയുമെന്ന കാര്യം ഓർത്തിട്ടും കുറ്റബോധം കൊണ്ടും അഞ്ജുവിന് ഒരു മനസ്സമാധാനവും ഇല്ലായിരുന്നു. ലീലാമ്മ ഈ സമയം അഞ്ജുവിൻ്റെ അമ്മ ജിജിയെയും അപ്പൻ ജോർജിനെയും വിളിച്ച് കാര്യം പറയുന്നു. അവര് വിവരമറിയുന്നതോടെ അഞ്ജുവിനെ കാണാനായി വരികയും ചെയ്യുന്നു. ശേഷം തോമസ് കുട്ടിയെ കാണാൻ ICUവിലേക്ക് കയറുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം മോനോട് പറയാൻ ലീലാമ്മ അഞ്ജുവിനോട് പറയുന്നു. രാജീവിൻ്റെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ വളരുന്നതെന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അഞ്ജു ആകെ ധർമ്മസങ്കടത്തിലും ആകുന്നു. തൊട്ടടുത്ത് ലീലാമ്മ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് പറയാതിരിക്കാനും കഴിയുന്നില്ല. രാജീവിൻ്റെ കുഞ്ഞായതുകൊണ്ട് തന്നെ അവൾക്ക് തോമസ് കുട്ടിയോട് പറയാനും കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് തോമസ് കുട്ടിക്ക് അസുഖം കൂടുന്നു. അപ്പോഴേക്കും ഡോക്ടറും മറ്റ് സ്റ്റാഫുകളും വന്ന് തോമസ് കുട്ടിയെ പരിചരിക്കുന്നുവെങ്കിലും തോമസ് കുട്ടി മരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജുവിന് ആ കാര്യം പറയേണ്ടിയും വരുന്നില്ല. പള്ളി സെമിത്തേരിയിലും മറ്റും വെള്ളം പൊങ്ങിയിരുന്നതിനാൽ തോമസ് കുട്ടിയുടെ ബോഡി വെള്ളം താണിട്ട് കുടുംബകല്ലറയിൽ തന്നെ അടക്കിയാൽ മതിയെന്ന് ലീലാമ്മ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ഡെഡ് ബോഡി മോർച്ചറിയിൽ വെച്ച ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തുന്നതോടെ അഞ്ജു മുറിയിൽ സൂക്ഷിച്ചിരുന്ന തോമസ് കുട്ടിയുടെ മരുന്നുകളും ഫോട്ടോയും തോമസ് കുട്ടിയുടെ ഓർമ്മയുണർത്തുന്നതായ എല്ലാം തന്നെ അവളുടെ റൂമിൽ നിന്നും മാറ്റുന്നു. തോമസ് കുട്ടിയുടെ ബോഡി കൊണ്ടുവരുമ്പോൾ വയ്ക്കാനായി ബെഡും മറ്റും അഞ്ജു ഓടി നടന്ന് തയ്യാറാക്കും. അതിനിടയിൽ അവൾ തല കറങ്ങി താഴെ വീഴുന്നു. അഞ്ജുവിനെ എല്ലാവരും താങ്ങിയെടുത്ത് അകത്തുകൊണ്ട് കിടത്തും. തോമസ് കുട്ടിയുടെ കുഞ്ഞാണ് എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ മകൻ പോയാലും അവൻ്റെ കുഞ്ഞിനെ തനിക്ക് കിട്ടിയല്ലോ എന്ന് കരുതുന്ന ലീലാമ്മ തൻ്റെ ദുഃഖമൊക്കെ മറന്ന് അഞ്ജുവിനെ കൂടുതൽ സ്നേഹിക്കാനും പരിചരിക്കാനുമൊക്കെ തുടങ്ങുന്നു. ശരിക്കും ലീലാമ്മയുടെ സ്നേഹം അഞ്ജുവിന് ഒരു വീർപ്പുമുട്ടലായി മാറുന്നു. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പരമാവധി അഞ്ജു ശ്രമിക്കുന്നു. മഴ കനക്കുകയും വെള്ളപ്പൊക്കം കൂടുതൽ ഉയരുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ തോമസ് കുട്ടിയുടെ ശവസംസ്കാരവും നീണ്ടു പോകും. ഇതിനിടെ തട്ടിൻപുറത്ത് കിടന്ന തോമസ് കുട്ടിയുടെ പഴയ തൊട്ടിലും ലീലാമ്മ എടുത്ത് വൃത്തിയാക്കിയൊക്കെ വെക്കുന്നു. ലീലാമ്മ തൻ്റെ മകൻ്റെ മരണത്തെ മനഃപൂർവ്വം മറന്നുകൊണ്ട് കൊച്ചുമകനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചടങ്ങിൻ്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് പാടവും പറമ്പുമെല്ലാം ഞാൻ നിന്റെ പേർക്ക് എഴുതി വെക്കാമെന്നും ലീലാമ്മ അഞ്ജുവിനോട് പറയുന്നു. എന്നാൽ എന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അതൊന്നും വേണ്ടെന്ന് അഞ്ജു തിരിച്ചു പറയും. നീ എവിടെ പോകാൻ, നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എന്നും എൻ്റെ കൂടെ കാണണമെന്നാണ് ആഗ്രഹമെന്നൊക്കെ ലീലാമ്മ അഞ്ജുവിനോട് പറയുന്നു. അഞ്ജു രാജീവിനെ വിളിച്ച് ലീലാമ്മയുടെ സ്നേഹം തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്നൊക്കെ രാജീവിനോട് പറയുന്നു. ഫുഡ് ട്രക്കിൻ്റെ പരിപാടി ഞാൻ വിട്ടു, ഒരു ജോലി നോക്കുന്നുണ്ട്, അത് ശരിയായാൽ നിന്നെ കൂട്ടിക്കൊണ്ടു പോരാം, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ രാജീവ് പറയുന്നു. അഞ്ജു ഈ സംസാരിച്ചു നിൽക്കുന്നത് ലീലാമ്മ കാണുന്നുണ്ട്. അവരതത്ര കാര്യമാക്കുന്നില്ല. കാരണം അഞ്ജുവിൻ്റെ ഒരു ഫ്രണ്ട് മരിയയോടാണ് അവൾ സംസാരിക്കുന്നതെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീലാമ്മ അതത്ര കാര്യമാക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അന്ന് രാത്രി അഞ്ജുവിന് കുടിക്കാൻ പാലുമായി ലീലാമ്മ മുറിയിലേക്ക് വരും. പെട്ടെന്ന് അഞ്ജുവിൻ്റെ ഫോണിൽ ഒരു കോള് വരുന്നു. മരിയ എന്ന പേരിൽ നിന്നുള്ള കോളായതുകൊണ്ട് തന്നെ ലീലാമ്മ ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെക്കുന്നു. ഒരു പെണ്ണിന്റെ ശബ്ദം പ്രതീക്ഷിച്ചിരുന്ന ലീലാമ്മ കേൾക്കുന്നത് രാജീവിന്റെ ശബ്ദമാണ്. എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുകയാണ്, നീ എന്താ ഫോൺ എടുക്കാത്തത് എന്ന രാജീവിന്റെ ആധികാരികമായ ചോദ്യം കേൾക്കുന്ന ലീലാമ്മ ശരിക്കും ഞെട്ടിപ്പോകുന്നു. അവര് ഒന്നും മിണ്ടാതെ കോൾ കട്ട് ചെയ്യും. താൻ പൊന്നുപോലെ നോക്കിയ മരുമകൾ തന്നോടെന്തോ കള്ളം കാണിക്കുന്നതായി തോന്നുന്നത് കൊണ്ട് തന്നെ ലീലാമ്മ അഞ്ജുവിനെ പരമാവധി അവോയ്ഡ് ചെയ്യുന്നു. പത്രത്തിൽ കൊടുക്കാൻ ഫോട്ടോ വേണമെന്ന് ജോർജ് വന്ന് പറയുമ്പോൾ അഞ്ജു ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. എന്നാൽ അത് വേണ്ടെന്ന് പറഞ്ഞ് ലീലാമ്മ മറ്റൊരു ഫോട്ടോ എടുത്തു കൊടുക്കും. എന്തിനാണ് അമ്മ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അഞ്ജു ചോദിക്കുമ്പോൾ കൂടെ നീ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് ആരോടാണെന്ന് ലീലാമ്മ ചോദിക്കുന്നു. അത് എൻ്റെ ഫ്രണ്ട് മരിയയാണെന്ന് പറയുമ്പോൾ അവൻ്റെ പേര് മരിയ എന്നാണോ എന്ന് ലീലാമ്മ ചോദിക്കും. അതോടെ അത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ബെസ്റ്റ് ഫ്രണ്ടാണ്. തോമസ് കുട്ടിക്ക് വയ്യാതിരുന്നപ്പോഴൊക്കെ ഒരുപാട് ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ്. തോമസ് കുട്ടിക്കും അതൊക്കെ അറിയാം. പിന്നെ പേര് മാറ്റി സേവ് ചെയ്തത് താൻ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് അപ്പന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ അഞ്ജു പറയുന്നു.
ലീലാമ്മയും അതെല്ലാം വിശ്വസിക്കും. അങ്ങനെ പിറ്റേന്നും ലീലാമ്മയും അഞ്ജുവും തമ്മിൽ സംസാരിച്ചു നിൽക്കവേ രാജീവിന്റെ കോള് വരുന്നു. അമ്മച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനിനി വിളിക്കരുതെന്ന് പറയാമെന്ന് അഞ്ജു പറയുമ്പോൾ, വേണ്ട, നിന്റെ ഫ്രണ്ടല്ലേ, മിണ്ടിക്കോ, ശല്യമാകാതെ നോക്കിയാൽ മതിയെന്നൊക്കെ ലീലാമ്മ അഞ്ജുവിനോട് പറയുന്നു. ശേഷം അഞ്ജു മുറിയിൽ നിന്ന് മാറ്റിവെച്ച തോമസ് കുട്ടിയുടെ ഫോട്ടോസ് എല്ലാം ലീലാമ്മ തിരികെ ആ മുറിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. തോമസ് കുട്ടിയുടെ കുഞ്ഞ് അവൻ്റെ അപ്പനെ കണ്ട് വളരട്ടെ എന്നാണ് ലീലാമ്മ പറയുന്നത്. അന്ന് രാത്രി തോമസ് കുട്ടി തൻ്റെ അടുത്ത് വരുന്നതായും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു തന്നെ എന്തേ പപ്പ എന്ന് വിളിക്കാത്തത് എന്ന് ചോദിച്ച് അവളുടെ വയറ്റിൽ അമർത്തി അഞ്ജുവിനെ ഉപദ്രവിക്കുന്നതായും ഒക്കെ സ്വപ്നം കണ്ട് അഞ്ജു പേടിച്ചുണരുന്നു. അതോടെ തോമസ് കുട്ടിയുടെ വീട്ടിലെ ഓരോ നിമിഷവും അഞ്ജുവിന് അസഹനീയമായി തീരുന്നു. അവൾ ഒന്നും നോക്കാതെ ബാഗും എടുത്ത് കടവിലെത്തി അവിടേക്ക് രാജീവിനെയും വിളിച്ചു വരുത്തുന്നു. ഞാനും കൂടെ വരുന്നെന്ന് പറയുന്നെങ്കിലും ജോലി ശരിയാകാത്തതുകൊണ്ട് തന്നെ അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ രാജീവ് തയ്യാറാകുന്നില്ല. ഒന്നുകിൽ ലീലാമ്മ നമുക്ക് സ്ഥലം എഴുതി തരുന്നതുവരെ, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയാകുന്നതുവരെ നീ ക്ഷമിക്കാനൊക്കെ രാജീവ് പറയുന്നു. നീ കല്യാണം കഴിച്ചു പോയിട്ടും നിന്നെ ഞാൻ വെറുത്തില്ല. നമ്മൾ വീണ്ടും അടുത്തപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. നീ സന്തോഷമായിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ രാജീവ് പറയുമ്പോൾ അഞ്ജു തോമസ് കുട്ടിയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. പിറ്റേന്ന് അഞ്ജുവിൻ്റെ മുറിയിലെത്തുന്ന ലീലാമ്മ അഞ്ജുവിൻ്റെ വയറ്റിൽ തലവെച്ച് കുഞ്ഞിനോട് സംസാരിക്കുന്നു. എന്നാൽ അഞ്ജുവിന് ഇത് കാണുന്നതോടെ സഹികെടുന്നു. അവരെ പിടിച്ചു മാറ്റുന്ന അഞ്ജു ചടങ്ങ് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോകുമെന്ന് ലീലാമ്മയോട് പറയുന്നു. ഇത് കേട്ട് ലീലാമ്മ, നിനക്കിവിടെ നിൽക്കാൻ വയ്യെങ്കിൽ നീ പൊക്കോ, പക്ഷേ എനിക്കെൻ്റെ മോൻ്റെ കുഞ്ഞിനെ വേണം, അതിനെ എനിക്ക് തന്നിട്ട് പൊക്കോളാനും പറയുന്നു. അത് പറ്റില്ല, ഇതെൻ്റെ കുഞ്ഞാണ്, അതിനെ എനിക്ക് വേണമെന്ന് അഞ്ജുവും പറയും. മരണം കഴിഞ്ഞ് 7 ദിവസമായിട്ടും അടക്കം നടക്കാത്തതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായി മാറുന്നു. അഞ്ജു അവിടെ നിന്ന് പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടുമായി നീ അടുപ്പത്തിലാണോ, നിങ്ങൾ തമ്മിൽ അടുപ്പം തുടങ്ങിയിട്ട് എത്ര നാളായെന്നൊക്കെ ലീലാമ്മ അഞ്ജുവിനോട് വന്ന് ചോദിക്കുന്നു. എന്നാൽ അഞ്ജു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞ് തോമസ് കുട്ടിയുടേതല്ലേ എന്ന് ലീലാമ്മ ചോദിക്കും. അതോടെ അഞ്ജു ആ സത്യം വെളിപ്പെടുത്തുന്നു. ലീലാമ്മയ്ക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ശരിക്കും അവര് തകർന്നു പോകുന്നു. ലീലാമ്മയുടെ അനിയത്തി റോസമ്മ ഒരു കന്യാസ്ത്രീയായിരുന്നു. അവര് ലീലാമ്മയെ കാണാനായി എത്തും. അടക്കം നീണ്ടു പോകുന്നതുകൊണ്ട് തന്നെ അഞ്ജു അവളുടെ അമ്മയോട് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. അഞ്ജുവിൻ്റെ അടുത്ത് വന്ന് ലീലാമ്മ വീണ്ടും സംസാരിക്കും. തോമസ് കുട്ടിയെ ഓർത്ത് നീ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്നും പോകരുത്, എൻ്റെ കൂടെ നിന്നൂടെ എന്ന് ചോദിക്കുമെങ്കിലും എനിക്കിനി പറ്റില്ല, അടക്ക് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ പോകുമെന്ന് അഞ്ജുവും പറയുന്നു. ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നത് അഞ്ജുവിൻ്റെ അമ്മ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നേരെ വന്ന് ലീലാമ്മയോട് കാര്യം തിരക്കുന്നു. ലീലാമ്മ അഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു. ഇതറിയുന്ന ജോർജ് അഞ്ജുവിനെ വന്ന് പൊതിരെ തല്ലുന്നു. ആകെ ബഹളം. ആ സമയത്ത് തന്നെ രാജീവിൻ്റെ കോളും വരുന്നു. ജോർജ് കോൾ എടുത്തിട്ട് അവനെ കുറെ തെറി പറയും. മുറിയിലെ ബഹളം കേട്ട് റോസമ്മയും ഷേബയുമെല്ലാം മുറിയിലേക്ക് വരുന്നു. അതോടെ അഞ്ജു പൊട്ടിത്തെറിക്കും. രാജീവിനെ കെട്ടിയാൽ മതിയെന്ന് ഞാൻ യാചിച്ച് പറഞ്ഞതല്ലേ, കെട്ടിക്കഴിഞ്ഞും ഞാനിവിടെ കിടന്ന് നരയിക്കുവാണെന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് എല്ലാം സഹിക്കാനാണ് പറഞ്ഞത്. ഞാൻ എല്ലാം സഹിച്ചു, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് അവൻ്റെ കൂടെ പോകണമെന്ന് അഞ്ജു പറയുന്നു. സാമ്പത്തികമായി അധികമൊന്നുമില്ലാത്തവരായിരുന്നു അഞ്ജുവിൻ്റെ വീട്ടുകാർ. കൂടെ ബന്ധവും മറച്ചു വെച്ച് കല്യാണം നടത്തിയതിൻ്റെ പേരും പറഞ്ഞ് ഷേബ അവിടെ കിടന്ന് കുറേ ബഹളം വയ്ക്കുന്നു. അങ്ങനെ ഏതായാലും വെള്ളമിറങ്ങുന്നത് കൊണ്ട് തന്നെ അടക്കം നടത്താൻ ലീലാമ്മ തീരുമാനിക്കും. രാജീവ് അഞ്ജുവിനെ ഫോൺ ചെയ്ത് നോക്കുമെങ്കിലും ഫോൺ ജോർജിൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട് തന്നെ അഞ്ജുവിനെ കിട്ടുന്നില്ല. അങ്ങനെ തോമസ് കുട്ടിയുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ രാജീവ് ലീലാമ്മയുടെ വീട്ടിലേക്കും വരും. അഞ്ജുവിൻ്റെ മുറിയുടെ പിറകിലെത്തി അവളോട് ജനലിലൂടെ സംസാരിക്കുകയും നീ ഇറങ്ങി വരാൻ പറയുകയും ഒക്കെ ചെയ്യുന്നു. പെട്ടെന്ന് ആരോ അവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അഞ്ജു അവിടെ നിന്നും മാറിപ്പോകും. അടക്കം നടത്താൻ തീരുമാനിക്കുന്നെങ്കിലും വീണ്ടും കല്ലറയിൽ വെള്ളം പോകുന്നത് കൊണ്ട് തന്നെ ജോർജ് വന്ന ലീലാമ്മയോട് ടൗണിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ എത്ര കാക്കേണ്ടി വന്നാലും കുടുംബക്കല്ലറയിൽ അവൻ്റെ ചാച്ചൻ്റെ കൂടെ വേണം തോമസ് കുട്ടിയെ അടക്കം ചെയ്യാൻ. നാളെ എന്നെയും എന്ന് കട്ടായത്തിൽ തന്നെയായിരുന്നു ലീലാമ്മ. മകൻ്റെ ചടങ്ങ് നടത്തുക എന്നതിനേക്കാളുപരി അഞ്ജുവിൻ്റെ പോക്ക് തടയുക എന്നതായിരുന്നു ലീലാമ്മയുടെ ലക്ഷ്യം. അങ്ങനെ അടക്കം വീണ്ടും നീണ്ടുപോകുന്നു. ബോഡിയുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് അഞ്ജു വന്നിരിക്കാഞ്ഞതുകൊണ്ട് തന്നെ ലീലാമ്മ അവളെ വന്ന് നിർബന്ധിക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന റോസമ്മ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒന്നുമില്ലെങ്കിലും അവൾ എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ തോമസ് കുട്ടിയെ കെട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാം അറിഞ്ഞിട്ടെന്ന് വെച്ചാൽ പണ്ടങ്ങാണ്ട് അവനൊരു തലവേദന വന്നെന്ന് വെച്ചെന്താ, നിനക്ക് ദീനം വന്ന് കിടന്നതുകൊണ്ടാ അപ്പൻ നിന്നെ നേർച്ച പറഞ്ഞ് കന്യാസ്ത്രീയാക്കിയത്.
നിനക്ക് കുടുംബമില്ലാത്തതിൻ്റെ അസൂയ നീ എന്നോട് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ലീലാമ്മ അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് നിൽക്കുന്ന അഞ്ജു എന്തറിഞ്ഞിട്ടാണെന്ന് റോസമ്മയോട് ചോദിക്കുമെങ്കിലും അവരൊന്നും പറയാതെ അവിടെ നിന്നും പോകും. പെട്ടെന്ന് പഴയ കാര്യങ്ങൾ അഞ്ജു ഇങ്ങനെ ഓർത്തെടുക്കുന്നു. തോമസ് കുട്ടിയെ ഡോക്ടറിനെ കാണിക്കേണ്ട ടൈം ആവുമ്പോൾ അഞ്ജുവിനെ ലീലാമ്മ മനഃപൂർവ്വം അവിടെ നിന്നും ഒഴിവാക്കുമായിരുന്നു. മെഡിസിൻ വാങ്ങാൻ ഫയലെടുത്തപ്പോൾ അത് മാറ്റിയതും അഞ്ജു പെട്ടെന്ന് ഓർക്കുന്നു. അവൾ വേഗം അലമാരിയിലും ലീലാമ്മയുടെ മുറിയിലുമെല്ലാം ആ ഫയൽ തപ്പുന്നു. അതിൽ നോക്കുമ്പോഴാണ് തോമസ് കുട്ടിക്ക് പണ്ടേ ബ്രെയിൻ ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നതായും വീണ്ടും ആ അസുഖം തന്നെ വന്നാണ് അവൻ മരിച്ചതെന്നും അഞ്ജുവിന് മനസ്സിലാകുന്നത്. അഞ്ജു ആ ഫയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ലീലാമ്മയുടെ കൈകളിലേക്ക് കൊണ്ടുകൊടുക്കുന്നു. തോമസ് കുട്ടിക്ക് പണ്ടേ ഈ രോഗമുണ്ടായിരുന്നെന്ന് എന്നോടെന്താ പറയാഞ്ഞെന്നൊക്കെ അവൾ ചോദിക്കും. നീ എന്നോടും എൻ്റെ മകനോടും ചെയ്തതിൽ വലുതൊന്നുമല്ല ഇതെന്ന് ലീലാമ്മയും പറയും. അങ്ങനെ ലീലാമ്മയും അഞ്ജുവും തമ്മിലൊരു മാനസിക സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ചാകാൻ പോയ ഒരാളെ ലീലാമ്മ മനഃപൂർവ്വം തൻ്റെ തലയിൽ കെട്ടിവെച്ചു എന്നതായിരുന്നു അഞ്ജുവിൻ്റെ പരാതി. കല്യാണത്തിന് മുമ്പേ ഞാൻ അസുഖ വിവരം അഞ്ജുവിൻ്റെ പള്ളിയിലെ കൊച്ചച്ഛനോട് സൂചിപ്പിച്ചിരുന്നതായും അദ്ദേഹവും ജോർജും തമ്മിൽ നല്ല കൂട്ടായിരുന്നതുകൊണ്ട് തന്നെ അയാൾ എന്തായാലും ജോർജിനോട് ഈ വിവരം പറഞ്ഞു കാണുമെന്നൊക്കെ റോസമ്മ അഞ്ജുവിനോട് പറയുന്നു. അങ്ങനെ ഈ വിവരം തൻ്റെ വീട്ടുകാരും കൂടി അറിഞ്ഞിട്ടാണോ എന്നറിയാൻ അഞ്ജു ഈ വിവരം വേഗം വന്ന് അപ്പനോട് ചോദിക്കും. ശരിക്കും അയാൾക്ക് അത് അറിയുമായിരുന്നില്ല. പക്ഷെ അഞ്ജുവിൻ്റെ അമ്മ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയുന്നുണ്ട്. കൊച്ചച്ഛൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ ജോർജ് വീട്ടിലില്ലായിരുന്നുവെന്നും അസുഖത്തിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ ജോർജ് അറിഞ്ഞില്ല. എന്നാൽ ഇങ്ങനെയൊന്നും വരുമെന്നും ഞാൻ ചിന്തിച്ചില്ല. വലിയ വീട്ടിൽ നിന്നും ആലോചന വന്നപ്പോൾ കല്യാണം നടത്തിയാൽ നീ സന്തോഷമായിരിക്കുമെന്ന് മാത്രമാണ് ഞാൻ കരുതിയതെന്നൊക്കെ അഞ്ജുവിൻ്റെ അമ്മ പറയുന്നു. ആകെ തകർന്നു പോകുന്ന അഞ്ജു നേരെ വന്ന് വളരെ ഹാഷായിട്ടൊക്കെ ലീലാമ്മയോട് സംസാരിക്കുന്നു. ലീലാമ്മയുടെ ദാമ്പത്യം അത്ര നല്ലതല്ലായിരുന്നുവെന്ന് തോമസ് കുട്ടി പറഞ്ഞ് അഞ്ജുവിന് അറിയാമായിരുന്നു. അതൊക്കെ വെച്ചാണ് അഞ്ജു സംസാരിക്കുന്നത്. ഇനി എന്തു വന്നാലും ഞാൻ രാജീവിൻ്റെ കൂടെ പോകുമെന്ന് അഞ്ജു ലീലാമ്മയോട് പറയും. ഭർത്താവുള്ളപ്പോൾ കാമുകൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നതിൻ്റെ പേരിൽ ലീലാമ്മ അഞ്ജുവിനെയും കുറ്റപ്പെടുത്തുന്നു. ഞാനും രാജീവും തമ്മിലുള്ള സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടാത്തത് കൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെയെന്ന് അഞ്ജു ചോദിച്ചിട്ട് അവിടെ നിന്നും എണീച്ചു പോകും. ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങിയതുകൊണ്ടാണ് അസുഖത്തിൻ്റെ കാര്യം അഞ്ജുവിനോട് പറയാഞ്ഞത്. തോമസ് കുട്ടി സന്തോഷമായിരിക്കണമെന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നൊക്കെ ലീലാമ്മ റോസമ്മയോട് പറയുന്നു. പിറ്റേന്ന് ജോർജിനോട് ലീലാമ്മ അഞ്ജുവിന് വേണ്ടി സംസാരിക്കുന്നു. അഞ്ജുവിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതായി അറിഞ്ഞിട്ടും കല്യാണം നടത്തിയത് ശരിയായില്ല. അഞ്ജു സന്തോഷമായിരിക്കട്ടെ, രാജീവിൻ്റെ കൂടെ പൊക്കോട്ടെ. അതുകൊണ്ട് അടക്കം ടൗണിലെ പള്ളിയിൽ തന്നെ നടത്താൻ വേണ്ട ഏർപ്പാട് ചെയ്യാനൊക്കെ ലീലാമ്മ ജോർജിനോട് പറയുന്നു. ലീലാമ്മ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ജോർജിൻ്റെയും മനസ്സ് മാറുന്നു. അതോടെ ജോർജ് വന്ന് അഞ്ജുവിനോട് പറ്റിയാൽ അടക്കം കൂടിയിട്ട് അവൻ്റെ കൂടെ പൊക്കോളാനൊക്കെ പറഞ്ഞ് ഫോണും തിരികെ കൊടുക്കും. അഞ്ജു അപ്പോൾ തന്നെ ഫോൺ മേടിച്ച് രാജീവിനെ വിളിച്ചിട്ട് രാജീവിൻ്റെ കൂടെ പൊക്കോളാൻ അപ്പൻ സമ്മതിച്ചതായി പറയുന്നു. കാരണം തോമസ് കുട്ടിയുടെ അസുഖത്തിൻ്റെ വിവരം മറച്ചു വെച്ചാണ് അവർ കല്യാണം നടത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീലാമ്മ തരാമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കാര്യം കൂടി നീ അവരോട് ചോദിക്കാൻ രാജീവ് പറയുന്നു. അഞ്ജുവിന് അത് മടിയായിരുന്നെങ്കിലും രാജീവിൻ്റെ നിർബന്ധത്താൽ അഞ്ജു ലീലാമ്മയോട് അത് ചോദിക്കാനായി വരുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് വരുന്ന ഷേബ അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും അഞ്ജുവിനെ ഒരുപാട് വഴക്കു പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ലീലാമ്മ അഞ്ജുവിൻ്റെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ ബഹളമായതുകൊണ്ട് തന്നെ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാതെ അഞ്ജു അവിടെ നിന്നും പോകുന്നു. ശേഷം അഞ്ജു വീട് വിട്ടു പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുന്നു. പെട്ടെന്ന് റൂമിലേക്ക് എത്തുന്ന ലീലാമ്മ കുഞ്ഞുണ്ടാകുമ്പോൾ അതിനിടാനായി കുറച്ച് സ്വർണവും ഒരു കുഞ്ഞുടുപ്പും അഞ്ജുവിനെ ഏൽപ്പിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിനോവിച്ചതൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറയുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു. അന്ന് പറഞ്ഞതുപോലെ പാടവും പറമ്പും അടക്കം കഴിഞ്ഞ് നിന്റെ പേരിൽ എഴുതിത്തരാമെന്ന് പറയുമെങ്കിലും അഞ്ജു അത് വേണ്ടെന്ന് പറയുന്നു. കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് ലീലാമ്മ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോളാമെന്ന് അഞ്ജുവും പറയുന്നു. നിനക്കും കുഞ്ഞിനും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാമെന്ന് ലീലാമ്മയും അവളോട് പറയും. അങ്ങനെ അടക്കം നടത്താൻ ബോഡിയുമായി എല്ലാവരും പള്ളിയിലേക്ക് ഇറങ്ങും. ഏതായാലും അങ്ങനെ തോമസ് കുട്ടിയുടെ അടക്കം നടക്കുന്നു. രാജീവ് ഈ സമയം അവിടേക്ക് അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോകാനായി വരുന്നുണ്ട്. ചടങ്ങുകൾ കഴിയുന്നതോടെ ആളുകളെല്ലാം പിരിഞ്ഞു പോകുന്നു. അഞ്ജുവിനോട് രാജീവ് സംസാരിക്കുമ്പോൾ സ്ഥലം എഴുതിത്തരാമെന്ന് പറഞ്ഞത് വേണ്ടെന്ന് അവൾ പറഞ്ഞതായി അറിയുന്നതോടെ രാജീവ് അവളോട് ദേഷ്യപ്പെടുന്നു. നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്തൊക്കെ സഹിച്ചു എന്ന് അഞ്ജു ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും മറ്റൊരുത്തൻ്റെ കൂടെ കിടന്ന് നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാജീവ് തിരിച്ചു ചോദിക്കുന്നു. അഞ്ജുവിന് അതൊരു വലിയ ഷോക്കായിരുന്നു. ശേഷം എല്ലാവരും കടവിലേക്ക് പോകുന്നു.
അമ്മച്ചി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകണ്ട, എൻ്റെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ ഷേപ്പ പറയുമെങ്കിലും എനിക്കെൻ്റെ തോമസുകുട്ടി കൊണ്ട് വീട്ടിൽ കൂട്ടിനെന്ന് ലീലാമ്മ പറയുകയും വള്ളത്തിലേക്ക് ഒറ്റയ്ക്ക് കയറുകയും ചെയ്യുന്നു. അഞ്ജുവിനെ രാജീവ് കൂടെ കൊണ്ടുപോകാൻ വിളിക്കുന്നു. ലീലാമ്മ തനിച്ച് വള്ളത്തിൽ കയറി പോകുന്നത് കണ്ട് അഞ്ജുവിന് സഹിക്കുന്നില്ല. തന്നെയുമല്ല, അവൻ്റെ ചോദ്യവും അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജു ബാഗുമെടുത്ത് നേരെ ലീലാമ്മയോടൊപ്പം വള്ളത്തിൽ കയറുന്നു. ആ ഒരു മൊമെന്റിൽ അഞ്ജു ലീലാമ്മയോടൊപ്പം താമസിക്കാൻ തയ്യാറാവുകയായിരുന്നു. ആരുമില്ലാത്ത ലീലാമ്മയ്ക്ക് താങ്ങായും തണലായും അഞ്ജുവും കുഞ്ഞും ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.